ഞങ്ങളുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരുവചനങ്ങളെ എഴുതിച്ചു തന്ന ഞങ്ങളുടെ കർത്താവേ, തിരുപ്പാദത്തിലിരുന്ന് തിരുവചനം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. നിൻ്റെ മക്കളോട് സംസാരിപ്പാൻ ബലഹീനനായ അടിയനെ ബലപ്പെടുത്തണമേ. കേൾക്കുവാൻ നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി നൽകിയിരിക്കുന്ന വിഷയം കാര്യവിചാരകത്വം, സുതാര്യതയും ഉത്തരവാദിത്വവും എന്നുള്ളതാണ്. സ്റ്റിവാർഡ്ഷിപ്പ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. വിഭവസമ്പന്നമായ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ഓരോ മനുഷ്യർക്കും മാന്യമായി ജീവിക്കുവാനുള്ള വിഭവങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ അത്യാർത്തിയും സ്വാർത്ഥ താല്പര്യവും മൂലം സമൂഹത്തിലെ ഒരു ന്യൂനപക്ഷം മഹാസമൃദ്ധി അനുഭവിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ചിന്താവിഷയം പ്രസക്തമാകുന്നത്. സ്റ്റിവാർഡ്ഷിപ്പ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഹൂ ഈസ് എ സ്റ്റിവാർഡ് എന്ന് പലപ്പോഴും നാം ചോദിക്കാറുണ്ട്. ഞാൻ അതിനൊരു ഡെഫിനിഷൻ കണ്ടത് ഇപ്രകാരമാണ്: എ സ്റ്റിവാർഡ് ഈസ് എ പേഴ്സൺ എൻട്രസ്റ്റഡ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി അനദർ പേഴ്സൺ. മറ്റൊരാളുടെ കാര്യാദികൾ നടത്തുന്നതിന് ചുമതലപ്പെട്ട ഒരു വ്യക്തിയെ കാര്യവിചാരകൻ എന്ന് പറയും. ഗ്രഹവിചാരകൻ എന്നും മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പഴയ നിയമം നാം പരിശോധിക്കുമ്പോൾ യോസഫ് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ കാര്യസ്ഥനായിരുന്നു, ഗ്രഹവിചാരകനായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. കൊച്ചി ഇൻഡിഗോ എയർലൈൻസിൽ കസ്റ്റമർ കെയർ ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു 24 വയസ്സുള്ള ആതിര ജയൻ. ആതിരയുടെ വീട് കൊല്ലം ചവറയിലാണ്. എറണാകുളത്ത് നിന്ന് ഒരു ദിവസം ജോലി കഴിഞ്ഞ് രാത്രി 9:30 ചവറ വഴി പോകുന്ന ഒരു KSRTC ബസ്സിൽ ആതിര വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പാതിരാത്രി 1:30 ശങ്കരമംഗലത്ത് ബസ്സിറങ്ങി. നടക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് മനസ്സിലായി ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയായിരുന്നോ ഇറങ്ങേണ്ടത്? എന്തെങ്കിലും സഹായം വേണോ എന്ന് കണ്ടക്ടർ വിളിച്ചു ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു, സഹോദരൻ ഉടനെ വരും. മഴ കാരണം ആതിരയുടെ സഹോദരൻ ആദർശ് 10 മിനിറ്റ് താമസിച്ചാണ് വന്നത്. ആതിരയുടെ സഹോദരൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതുവരെ ബസ് അവിടെ കാത്തുകിടന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ ചർച്ചയായിരുന്നു. കാര്യവിചാരകത്വത്തിന് ഇതൊരു നല്ല ഉദാഹരണമാണെന്ന് ഞാൻ കരുതുകയാണ്. സ്റ്റിവാർഡ്ഷിപ്പ് ഈസ് കെയർ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നതാണ് സ്റ്റിവാർഡ്ഷിപ്പ്. കാര്യവിചാരകത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, വാട്ട് ഡസ് സ്റ്റിവാർഡ്ഷിപ്പ് ലുക്ക് ലൈക്ക്
in our lives today. ഇത് വളരെ പ്രധാനമാണ്. ഇന്നിൻ്റെ കാലത്ത് നമ്മുടെ കാര്യവിചാരകത്വത്തെ എങ്ങനെയാണ് നാം കാണുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് സ്റ്റിവാർഡ്ഷിപ്പിനെ കുറിച്ചുള്ള സംവാദങ്ങളും പ്രസംഗങ്ങളും സഭയുടെ ബഡ്ജറ്റും കെട്ടിട നിർമ്മാണം തുടങ്ങിയ സംഗതികളെക്കുറിച്ചാണ് പലപ്പോഴും സ്റ്റിവാർഡ്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും കേൾക്കുന്നത്. എന്നാൽ വേദപുസ്തക ചിന്തയിൽ സ്റ്റിവാർഡ്ഷിപ്പിന് വളരെ വിപുലമായ അർത്ഥതലമുണ്ട്. ലീഡർഷിപ്പ് ഈസ് സ്റ്റിവാർഡ്ഷിപ്പ് എന്ന ലേഖനത്തിൽ ബിൽ പീൽ വേദപുസ്തക കാര്യവിചാരകത്വത്തെ പറ്റി പ്രധാനമായും 4 തത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, ദ പ്രിൻസിപ്പിൾ ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥതയുടെ തത്വം. 24-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്? മനുഷ്യനെ കൂടാതെ ഒരു പ്രപഞ്ചം സാധ്യമായിരുന്നില്ലേ? എന്തുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു? അതിനുള്ള ഉത്തരം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ദൈവം മനുഷ്യനെ അവിടെയാക്കി. എന്തിന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ നാം കാണുന്നത്. തോട്ടത്തിൽ വേല ചെയ്യുവാൻ, തോട്ടത്തെ കാക്കുന്നതിന്. ആൻഡ് ദാറ്റ് വർക്ക് ഈസ് സ്റ്റിവാർഡ്ഷിപ്പ്. ഈ വേലയാണ് വാസ്തവത്തിൽ സ്റ്റിവാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. 8-ാം സങ്കീർത്തനം 6-ാം വാക്യം നാം വായിക്കുമ്പോൾ, നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവൻ്റെ കാൽക്കീഴയാക്കിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വേദപുസ്തകപരമായ കാര്യവിചാരകത്വത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം ഇതാ: സകലതും ദൈവത്തിൻ്റെ വകയാണ്. ദൈവത്തിനു വേണ്ടി മനുഷ്യൻ അതിൻ്റെ ഭരണകർത്താക്കളായി പ്രവർത്തിക്കുന്നു. ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെ നിർവചിക്കുന്നതാണ് വേദപുസ്തക ചിന്തയിൽ കാര്യവിചാരകത്വം. ഗോഡ് ഈസ് ദി ഓണർ ആൻഡ് മാൻ ഈസ് മാനേജർ. ദൈവം മനുഷ്യനെ തൻ്റെ സഹപ്രവർത്തകനാക്കി. CMSൻ്റെ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ മിഷണറി ഒരു വനിതയായിരുന്നു. അവരുടെ പേര് ഐറ ഡാൾട്ടൺ. 1984 അവർ മരിച്ചത്. അവർ കോട്ടയത്ത് ഒളശ്ശയിൽ ഐമനത്താണ് താമസിച്ചു കൊണ്ടിരുന്നത്. അവർ ഒരു പുസ്തകം എഴുതി CMSൻ്റെ കേരളത്തിലെ പ്രവർത്തനത്തെക്കുറിച്ച്. ആ പുസ്തകത്തിന് അവർ നൽകിയിരിക്കുന്ന പേര് ദ ഫെലോ വർക്കേഴ്സ് വിത്ത് ഗോഡ് എന്ന, ദൈവത്തിൻ്റെ കൂട്ടുപ്രവർത്തകർ എന്ന്. നാം കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 9-ാം വാക്യത്തിലെ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എന്ന്. ദൈവത്തോടുള്ള നമ്മുടെ അനുസരണത്തെ പ്രകടമാക്കുന്നതാണ് സ്റ്റിവാർഡ്ഷിപ്പ്. നാമും നമുക്കുള്ളതും ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ സ്വത്താണ്. ആവർത്തന പുസ്തകം നാം വായിക്കുമ്പോൾ 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ വളരെ ആത്മാഭിമാനത്തോടെ മുഷ്ടി ചുരുട്ടി എന്നോട് പറഞ്ഞ ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ഛാ, എൻ്റെ കൈയുടെ ശക്തി കൊണ്ടാണ് ഈ കാണുന്നതൊക്കെ ഞാൻ നേടിയത് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കും. എന്നാൽ നമ്മുടെ ശക്തി നമുക്ക് തന്നതാരാണ്? നാം ഒരു രോഗിയായിരുന്നു എങ്കിൽ, അല്ല നമുക്ക് മറ്റെന്തെങ്കിലും
പ്രയാസമുണ്ടായിരുന്ന ഒരാളായിരുന്നുവെങ്കിൽ നമുക്ക് നേടാൻ കഴിയുമായിരുന്നു. കാരണം നമ്മുടെ ബുദ്ധിയും കഴിവുകളും ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കിവിടെ അവകാശപ്പെടാനായിട്ട് ഒന്നുമില്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ നഗ്നനായി ലോകത്തിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഈ ലോകത്തിൽ നിന്ന് പോകും. ഇവിടെ നാം നേടിയതല്ല, നമുക്ക് ലഭിച്ചതാണ്. നാം ഒന്നും ഉണ്ടാക്കിയതല്ല, ദൈവം നമുക്ക് തന്നതാണ് എന്ന് ചിന്തിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് വിശ്വസ്തയോടും അനുസരണത്തോടും കൂടെ ദൈവിക ദാനങ്ങളുടെ ഗ്രഹവിചാരകരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. വി ആർ ഓൺലി മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ്. ആ ഒരു പദവിയെ എനിക്ക് നിങ്ങൾക്കും ഉള്ളൂ. ഈ ലോകത്തിൽ നമുക്കുള്ളതെല്ലാം, ഈ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ സ്വത്താണ്, ദൈവം നമുക്ക് തന്ന ദാനങ്ങളാണ് എന്ന് ചിന്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത് വളരെ ആവശ്യം. ഞാൻ ഒന്നാമത് പറഞ്ഞത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓണർഷിപ്പ് എന്നുള്ളതിനെ കുറിച്ചാണ്. രണ്ട്, ദ പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വത്തിൻ്റെ തത്വം. റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ബിൽപ്പിയിൽ എഴുതുന്നത്, സകലതും അനുഭവിക്കുന്നതിന് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഒന്നും നമ്മുടെ സ്വന്തമല്ല, സകലതും ദൈവത്തിൻ്റെ വകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താ? യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നാം ബോധവാന്മാരാണോ? നമ്മൾ ഫോറിനേഴ്സിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഫോറിനേഴ്സ് ധാരാളം വരാറുണ്ട്. അവർ ഈ റോഡിൽ കൂടെ ഒക്കെ നടക്കുകയാണെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും വലിച്ചെറിയപ്പെടുന്ന ചപ്പ് ചവറുകൾ അവർ പെറുക്കി ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ വെമ്പാല ആരാധന കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു സ്ത്രീ അവരുടെ റോഡിൻ്റെ മുമ്പിൽ, റോഡെന്ന് പറയുന്നത് അവരുടെ മുറ്റം പോലെയാണ്, അവർ ഒരു ചൂലും കോരി എടുത്തുകൊണ്ട് റോഡിൽ നിന്ന് ഇങ്ങനെ എന്തോ കോരുന്നു. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആരോ വലിച്ചെറിഞ്ഞ വേസ്റ്റ് വണ്ടി കയറി ചതഞ്ഞരഞ്ഞു. അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ദുർഗന്ധം കൊണ്ട്. അതുകൊണ്ട് അവർ ഇറങ്ങി പബ്ലിക് റോഡ് ചൂലുകൊണ്ട് തൂത്ത് കോരികൊണ്ട് കോരുന്നത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. ഈ അടുത്ത സമയത്ത് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ കയ്യാല കുറേ ഇടിഞ്ഞു പോയി. അവിടെ ആ കയ്യാല കെട്ടാൻ ചെന്നപ്പോൾ അവിടെ നിറച്ച് വേസ്റ്റാണ്, മറ്റുള്ളവർ നിക്ഷേപിക്കുന്ന വേസ്റ്റ്. ലോകം ഒരു വേസ്റ്റ് കൂമ്പാരമായി തീരാനായിട്ട് പോകുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയെ കുറ്റം പറയും, നമ്മുടെ ഗവൺമെൻറ്റിനെ കുറ്റം പറയും, അവരത് ചെയ്യുന്നില്ല, ഇവരിത് ചെയ്യുന്നില്ല. ഇങ്ങനെ കുറ്റം പറയാനല്ലാതെ നമ്മെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അതാ നമ്മുടെ ഉത്തരവാദിത്വം. ദൈവത്തിൻ്റെ വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്ന കാര്യവിചാരകരാണ് നാം. ലോകത്തിൻ്റെ പരിരക്ഷ, വികസനം എല്ലാം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ദൈവഹിതത്തിന് ചേരുന്ന വിധത്തിൽ സകലതും പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്നത് നാം ഒരിക്കലും മറക്കരുത്. ഇന്നത്തെ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ സ്റ്റിവാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പണം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമയം എന്നിവ മറ്റുള്ളവരുടെ നന്മയ്ക്കും ദൈവത്തിനും നൽകുന്നതാണ് സ്റ്റിവാർഡ്ഷിപ്പ്. ഗിവിങ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. പുറപ്പാട് പുസ്തകം 36-ാം അധ്യായമാണ് നാം ഇന്ന് ഒന്നാം പാഠമായി വായിച്ചത്. 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മന്ദിരം പണിയാനായിട്ട് തീരുമാനിച്ചു. ജനങ്ങൾ സ്വമേധാദാനങ്ങൾ കൊണ്ടുവരുവാനായിട്ട് മോശ പാളയത്തിൽ പ്രസിദ്ധം ചെയ്തു. അപ്പോൾ അതിൻ്റെ ചുമതലപ്പെട്ടവർ വന്ന് മോശയോട് പറയാം, ജനങ്ങൾ കൊണ്ടുവന്നത് വേണ്ടുന്നതിലധികമായി. അപ്പം മോശ പാളയത്തിലെ പ്രസിദ്ധം ചെയ്തു, ഇനി ആരും കൊണ്ടുവരണ്ട. എനിക്ക് തോന്നുന്നില്ല തോലശ്ശേരി പള്ളിയിൽ നിന്ന് ഇനി ആരും തരണ്ട എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പള്ളി ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ തരണമെന്നാണ് പറയുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞ് ഞാനും പറയും നിങ്ങൾ തരണം എന്ന് പറയും.
അങ്ങനെ പറയിപ്പിക്കാതെ കൊടുക്കാൻ നമുക്ക് കഴിയും? ഞാൻ അങ്ങനെ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ. ഇങ്ങനെ പറയിപ്പിക്കാതെ, ആവശ്യത്തിനുണ്ടെങ്കിൽ ചോദിക്കത്തില്ല, ചോദിക്കാതെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഔട്ട് ഓഫ് ദ വെയിലാണെങ്കിലും ഞാൻ പറയുകയാണ്, നമ്മുടെ ദശാംശം നമ്മുടെ വകയല്ല. നമുക്കൊരു 1,00,000 രൂപ ഒരു മാസം വരുമാനമുണ്ടെങ്കിൽ 10,000 രൂപ നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അത് പ്രത്യേകിച്ച് മാറ്റിവെക്കണം. അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ബാങ്കിൽ നിക്ഷേപിക്കണം. പള്ളിക്ക് കൊടുക്കാൻ, സുവിശേഷ വേലയ്ക്ക് കൊടുക്കാൻ, നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നവർക്ക് കൊടുക്കാൻ അതിൽ നിന്ന് ഉപയോഗിക്കണം. അപ്പോൾ വേണ്ടുന്നിടത്തോളം കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് പ്രിയരെ. ആർ വി ഗിവ് ഹാപ്പിലി ഓർ റിലക്റ്റൻ്റ്ലി ഫോർ ദ ലോർഡ്സ് വർക്ക്? പൂർണ്ണ മനസ്സോടെയാണോ അതോ കൊടുക്കേണ്ടത് കൊണ്ടാണോ നാം കൊടുക്കുന്നത്? ആർ വി മർമർ വൈൽ വി ഗീവ്? പിറുപിറുപ്പോടാണോ നാം കൊടുക്കുന്നത്? ഫിലിപ്പിയ ലേഖനം നാം വായിക്കുമ്പോൾ 4-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ലേഖന പാഠമായി വായിച്ചത്. സുവിശേഷ വേലയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നൽകുന്ന ഫിലിപ്പിയ സഭ, പൗലോസ് അപ്പോസ്തലൻ അവരെ ശ്ലാഘിക്കുകയാണ്. 4:18 പൗലോസ് പറയുന്നു, നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. ആരാണ് സമ്പന്നൻ? ഒത്തിരി ഉള്ളവരാണോ സമ്പന്നൻ? കൊടുക്കുന്നവനോ സ്വീകരിക്കുന്നവനോ? ആരാണ് സമ്പന്നൻ? He who gives makes him richer. If we give, we will be richer. ദൈവത്തിനും ബലഹീനനായ സഹോദരനും കൊടുക്കുന്നവനാണ് സമ്പന്നൻ. കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരുമെന്ന് കർത്താവ് പറയുകയാണ്. 3, ദ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി. ദൈവം നമ്മെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന വിഭവങ്ങൾ നമ്മുടെ കഴിവുകളാകാം, നമ്മുടെ സാധ്യതകളാകാം, നമ്മുടെ പണമാകാം, വസ്തുവകകളാകാം, എല്ലാം പ്രിയമുള്ളവരെ വിഭവങ്ങളാണ്. ദൈവം നോക്കുമ്പോൾ അതിൻ്റെ കണക്ക് നാം ഒരു നാളിൽ ദൈവത്തിന് നൽകേണ്ടതായിട്ട് വരും. ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷ വേദഭാഗത്ത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഒരു യജമാനൻ ദൂരദേശത്തേക്ക് രാജ്യത്വം പ്രാപിക്കാനായിട്ട് പോവുകയാണ്. തൻ്റെ ദാസന്മാരെ വിളിച്ചു 10 റാത്തൽ വെള്ളി അവർക്ക് തൂക്കിക്കൊടുത്തു. അവർക്കിഷ്ടമുള്ള രീതിയിൽ ഈ പണം വിനിയോഗിക്കാം. നിബന്ധനകളൊന്നും വെക്കുന്നതായിട്ട് നാം വായിക്കുന്നില്ല. ദൈവം നമ്മെ പൂർണ്ണമായി വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ രാജാവ് മടങ്ങി വരുമ്പോൾ രാജാവിൻ്റെ പരിശോധന ശ്രദ്ധേയമാണ്. നിങ്ങൾ ഏറ്റെടുത്ത കാര്യത്തിൽ വിശ്വസ്തരായിരുന്നോ? റിലയബിൾ ആയിരുന്നോ? റിവാർഡ് ഓഫ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോലിയുടെ പ്രതിഫലം എന്താ? ജോലിയുടെ പ്രതിഫലം ഇവിടെ പറയുന്നത് വെൽ ഡൺ, നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. കൂടുതൽ പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണ് അവിടെ നൽകുന്നത്. 3-ാമത്തവൻ പണം വിനിയോഗിച്ചില്ല, ബാങ്കിൽ നിക്ഷേപിച്ചതുമില്ല. അവൻ രാജാവിനെ വിമർശിക്കുകയാണ്. നീ വയ്ക്കാത്തിടത്ത് നിന്ന് എടുക്കുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ ഭയപ്പെട്ടു. അവൻ അലസനായിരുന്നു, ഒന്നും ചെയ്യാത്തവൻ. ഞാനിന്ന് രാവിലെ വെൺപാല പ്രസംഗിച്ചപ്പോൾ അവരോട് സൂചിപ്പിച്ചു, കർത്താവ് ആരെയാ വിളിച്ചത് ശിഷ്യരായി? അന്ന് അൺഎംപ്ലോയ്മെൻ്റ് ഇല്ലായിരുന്നോ? ജോലി ഇല്ലാത്തവരില്ലായിരുന്നു. ഈ കവലയ്ക്കും മറ്റുമൊക്കെ പോയി വെറുതെ നിന്ന് സൊറ പറഞ്ഞ് സമയം കളയുന്ന ആളുകളില്ലായിരുന്നു. ജോലിയുള്ള നിങ്ങൾക്കെല്ലാം ജോലിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ ജോലി ചെയ്തു. ഞാൻ ജോലിയില്ലാത്തവരെ വിളിക്കുകയാണെന്ന് പറഞ്ഞ് കർത്താവ് ജോലിയില്ലാത്തവരെ അല്ല വിളിച്ചത്. രാത്രി മുഴുവൻ ഉറക്കളച്ച് അപ്പനോടുകൂടെ ജോലിക്കാരോടുകൂടെ വലയിറക്കിയ വലയെറിഞ്ഞ
മുക്കുവരെ കർത്താവ് വിളിച്ചു. കഠിനാധ്വാനികളായ ആളുകൾ, വെറുതെ കയ്യും കെട്ടിയിരിക്കുന്നവരെ അല്ല, വെറുതെ ഒന്നും ചെയ്യാനില്ലാതെ അലസമായി കിടന്നുറങ്ങുന്നവരെ അല്ല കർത്താവ് വിളിച്ചത്. ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായിയെയും മീൻ പിടിക്കുന്നവരായ സെബദിയുടെ മക്കളെയും ഒക്കെ കർത്താവ് വിളിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന് ആവശ്യം ജോലി ചെയ്യുന്നവരെയാണ്, അലസന്മാരെ അല്ല കർത്താവിന് വേണ്ടത്, ജോലി ചെയ്യുന്നവരെയാണ് എന്ന് നാം ഈ വേദഭാഗത്തുകൂടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവൻ്റെ അലസതയ്ക്ക് യജമാനൻ അവനെ ശാസിച്ചു. അവൻ്റെ പണം കണ്ടുകെട്ടി. ഉള്ളവന് ഏവനും ലഭിക്കും, ഒന്നും ചെയ്യാത്തവൻ്റെ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. ദൈവം നമുക്ക് തന്ന വിഭവങ്ങൾ വിനിയോഗിക്കണം. നമ്മുടെ പറമ്പുകൾ കാടുപിടിച്ച് കിടക്കാൻ പാടില്ല, അത് വെട്ടിത്തെളിക്കണം. അവിടെ കൃഷി ചെയ്യാൻ കഴിയണം. നമുക്ക് ചിലപ്പോൾ ലാഭമൊന്നും കിട്ടത്തില്ലായിരിക്കാം, നഷ്ടം വരട്ടെ, അത് ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോഴാണ് ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറക്കരുത്. അവസാനമായി ദ പ്രിൻസിപ്പിൾ ഓഫ് റിവാർഡ്, പ്രതിഫലത്തിൻ്റെ തത്വം. കൊലോസ്യ ലേഖനം നാം വായിക്കുമ്പോൾ 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ എന്ന് പറയുകയാണ്. അപ്പോൾ നാം ഈ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്നതിലുപരിയായി കർത്താവ് എനിക്ക് പ്രതിഫലം തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ പ്രവർത്തിപ്പാനായിട്ട് സാധിക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ താലന്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരുവൻ 5 താലന്തും ഒരുവന് 2-ഉം ഒരുവൻ 1-ഉം കൊടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. അവിടെയും യജമാനൻ വന്ന ഈ ദാസന്മാരെ വിളിച്ചപ്പോൾ 5 കൊടുത്തവൻ 5-ഉം കൂടെ നേടി, 2 കൊടുത്തവൻ 2-ഉം കൂടെ നേടി അവരെ വിളിക്കുന്നത്, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയും. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമെന്ന് പറയുന്നത് കർത്താവിനോടുകൂടെ അവൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം നാം തുടർന്ന് വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ തൻ്റെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും, സകല മനുഷ്യരെയും തൻ്റെ മുമ്പിൽ കൂട്ടും, ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കും, തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് പറയും. എന്നാൽ ഇടത്തുള്ളവരോട് എന്താ പറയുന്നത്? ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ടു പോകുവീൻ, പിശാചിനും അവൻ്റെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ എന്ന് പറയും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, സകല മനുഷ്യരുടെയും ലോകത്തിൻ്റെയും നന്മയ്ക്കു വേണ്ടി വിശ്വസ്തയോടുകൂടെ പ്രവർത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇല്ലെങ്കിൽ നാം ശിക്ഷാവിധിക്ക് യോഗ്യരാകുമെന്നത് നാം എപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ്. 2009 നവംബർ മാസത്തെ റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു ആർട്ടിക്കിൾ വന്നത് വായിച്ചത് ഓർക്കുന്നു. ലോകത്തിലെ പ്രഥമ ക്വാഡ്രിലാറ്ററൽ ആംബ്യൂട്ടി ഫിസീഷ്യൻ ദാനിയേല ഗാർസിയെക്കുറിച്ച് അവരുടെ ജീവിതാനുഭവം രേഖപ്പെടുത്തിയിരുന്നത് വായിച്ചത് ഞാൻ ഓർക്കുന്നു. ചിലിയിലെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു 22 വയസ്സുള്ള ദാനിയേല. 2002 ഒക്ടോബർ മാസത്തിൽ ഉണ്ടായ ഒരു ട്രെയിൻ അപകടത്തിൽ വെച്ച്
അവരുടെ 2 കാലുകളും 2 കൈപ്പത്തികളും അറ്റുപോയി. ആർട്ടിഫിഷ്യൽ ലിംസ് വെച്ച് അവർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വളരെ ക്ഷീണിതയായി നിരാശയായി അവരെ കാണപ്പെട്ടു. അവർക്ക് പരിശീലനം നൽകിക്കൊണ്ടിരുന്നത് ഒരു ഡോക്ടർ ആൽബർട്ടോ ആണ്. അവരുടെ ഈ നിരാശാ മനോഭാവം കണ്ട് ആ ഡോക്ടർ അവരോട് ഇപ്രകാരം ഒരു വാചകം പറയുകയുണ്ടായി: യുവർ ലൈഫ് വിൽ ബി വാട്ട് യു ഡു വിത്ത് ഇറ്റ് എന്ന് പറയുകയുണ്ടായി. നീ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിന്റെ ജീവിതം എന്ന് ഡോക്ടർ ആൽബർട്ട് അവരോട് പറഞ്ഞു. അതൊരു വലിയ വെല്ലുവിളിയായി അവർ ഏറ്റെടുക്കുകയും തീവ്രമായ പരിശീലനത്തിനൊടുവിൽ അവർ മെഡിക്കൽ കോളേജിൽ വീണ്ടും ചേരുകയും പഠിക്കുകയും പാസ്സാകുകയും ചെയ്തു. 2006, 2007 വർഷങ്ങളിൽ ചിലിയിലെ വിമൻ ഓഫ് ദി ഇയർ എന്ന അവാർഡിന് അവർ അർഹയായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ 2 കൈയും 2 കാലും ഒക്കെ കർത്താവ് തന്നിട്ടുണ്ട്. ഈ 2 കാലും നഷ്ടപ്പെട്ട 2 കൈയും നഷ്ടപ്പെട്ട ഈ സ്ത്രീയെ അവർ വളരെ തീവ്രമായി പരിശീലനം ലഭിച്ച് അവർ മാനവ നന്മയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് തന്നെ സമർപ്പിച്ചുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും എത്ര അധികം ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കഴിയുമെന്നതിനെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് വളരെ ആവശ്യം. 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1, പ്രിൻസിപ്പിൾ ഓഫ് ഓണർഷിപ്പ്. 2, പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി. 3, പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി. 4, ദ പ്രിൻസിപ്പിൾ ഓഫ് റിവാർഡ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം കാണുന്നത് നമുക്കുള്ളത് നമ്മുടെ സ്വന്തമല്ല. ദൈവം നമ്മെ വിശ്വസ്തരെന്നെണ്ണി ഫലമേൽപ്പിച്ചതാണ്. അത് നമ്മുടെ കഴിവുകളാകാം, നമ്മുടെ പണമാകാം, നമ്മുടെ ആരോഗ്യമാകാം, എന്തായിരുന്നാലും നമ്മുടെ സമയമാകാം. അതെല്ലാം ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും വിശ്വസ്തയോടുകൂടെ ഉപയോഗിപ്പാൻ നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നല്ല കാര്യവിചാരകരായി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം. കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട് നിശ്ചയം. ആ നല്ല ന്യായാധിപതിയുടെ മുമ്പാകെ ഞാനും നിങ്ങളും നിൽക്കേണ്ടതായിട്ട് വരും. അന്ന് നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ, യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന വാക്ക് കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. ആയതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം.